ചൈനയ്ക്കെതിരായ താരിഫുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെട്ടിക്കുറച്ചേക്കുമെന്നാണ് സൂചന. വ്യാപാര യുദ്ധം സമാധാനത്തിലേക്കെന്ന് സൂചന. ചൈനയ്ക്കുള്ള താരിഫ് 145% നിന്നും വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നീക്കം. ചൈനയുമായി വ്യാപാര കരാറിലേക്ക് പോവാൻ ട്രംപ് തയ്യാറാണെന്ന സൂചനയാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ നൽകുന്നത്. വിപണിയിലെ ചാഞ്ചാട്ടം തുടരുന്നതിനിടെ ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ ഒരു യു-ടേൺ സാധ്യതയുണ്ടെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കായുള്ള ഉയർന്ന തീരുവ ഗണ്യമായി കുറയും, പക്ഷെ അത് പൂജ്യമാകില്ലെന്നും പറഞ്ഞു. ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ പരിപാടിയിൽ നടത്തിയ ട്രംപിന്റെ പരാമർശങ്ങൾ ആഴ്ചകളോളം നീണ്ടുനിന്ന കടുത്ത നിലപാടുകൾക്കും പ്രത്യാക്രമണങ്ങൾക്കും ശേഷം ചൈനയ്ക്ക് മേൽ 145% കവിഞ്ഞ തീരുവ ചുമത്തിയതിനു ശേഷമുള്ള ഒരു പിന്നോട്ടടിക്കലിന്റെ അടയാളമായി തോന്നുന്നു. 145% വളരെ ഉയർന്നതാണ്. അതത്ര ഉയർന്നതായിരിക്കില്ല എന്ന് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ചോദ്യോത്തര വേളയിൽ ട്രംപ് പറഞ്ഞിരുന്നു. അതത്ര ഉയർന്നതിനടുത്തൊന്നും ഉണ്ടാകില്ലെന്നും പിന്നീട് ഇത് ഗണ്യമായി കുറയുമെന്നും, പക്ഷേ അത് പൂജ്യമാകില്ല എന്നും ഇതിനോടകം ട്രംപ് പറഞ്ഞു. അതേസമയം ചർച്ച അമേരിക്ക തീരുമാനിക്കും പോലെ ആവില്ലെന്ന നിലപാട് ചൈന ആവർത്തിച്ചു. നിഷ്പക്ഷവും തുല്യതയും ഉറപ്പുവരുത്തുന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ബെയ്ജിംഗ് വ്യക്തമാക്കി. അതേസമയം ഇതിന് യുഎസ് തയ്യാറാവുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ചൈനയുമായുള്ള വ്യാപാരത്തിൽ നിലവിൽ പ്രശ്നമൊന്നും ഇല്ലെന്നും ട്രംപ് പറഞ്ഞു. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന്റെ മുന്നറിയിപ്പും സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളും യുഎസ് ഫെഡറൽ റിസർവിന്റെ എതിർപ്പുകളുമാണ് ട്രംപിന്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ.